ഇപ്പോഴത്തെ മുൻഷിയെ അങ്ങനെ പറയല്ല, കൂടുതലായിട്ട് മനസ്സിലെടുക്കാൻ പറ്റുന്നില്ല. അന്നത്തെ തന്നെയാണ് ഓർമ്മ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് 4 ചാനലേ ഉള്ളൂ. ഏഷ്യാനെറ്റ്, അമൃത, കൈരളി, ദൂരദർശൻ, സൂര്യ. ഇത്രയും ചാനലേ അന്നുള്ളൂ. അമൃത പോലും പിന്നീടാണ് വന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊബൈൽ ഫോൺ വന്നു തുടങ്ങി ഇൻകമിങ്ങിനൂടെ കാശാകുന്ന സമയത്താണ് ഞാൻ ആദ്യം ഫോൺ എടുക്കുമ്പോൾ ഇൻകമിങ്ങിനും കാശാണ്. ഇങ്ങോട്ടൊരു കോൾ വന്നാൽ എൻ്റെ കാശ് പോകുന്ന ഒരു അവസ്ഥയില്ല. പിന്നെ ഔട്ട് ഗോയിങ് വിളിക്കത്തില്ലല്ലോ. അപ്പൊ ആ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അപ്പോൾ എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ സിനിമ കഴിഞ്ഞാൽ ടി വിയേ ഉള്ളൂ. ടി വിയിൽ തന്നെ മുൻഷി എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് അത്രയും അന്ന് മനസ്സിൽ പതിഞ്ഞ പോലെ ഇപ്പൊ പറയാൻ പറ്റത്തില്ല. മാത്രമല്ല പിന്നീട് ന്യൂസ് ചാനലുകൾ ഒരുപാട് വന്നു. ഈ 24 hours ന്യൂസ് കിട്ടാൻ തുടങ്ങി. പിന്നെ മൊബൈൽ തന്നെ അതിന്റെ ട്രോളുകളും മറ്റുമായിട്ട് അതും എപ്പോഴും വന്നു തുടങ്ങി. അപ്പൊ മുൻഷിയുടെ ഒരു റെലവൻസ് നഷ്ടപ്പെട്ടു. കാരണം അതിനിപ്പോ ഇല്ലെങ്കിലും കുഴപ്പമില്ല. എങ്കിലും മാതൃഭൂമിയിൽ കുഞ്ചിക്കുറുപ്പ് ഉള്ളതുപോലെ ഏഷ്യാനെറ്റിൽ മുൻഷി അങ്ങനെ പോകുന്നു.